ശരി, ഓക്കെ. ശ്രീ അരുൺ ലക്ഷ്മൺ സാറ്, ഇവിടെ മൂന്നാം മോദി സർക്കാരിൻ്റെ സുപ്രധാന നേട്ടമായിട്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. ഇത് സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടായില്ലേ? ഒപ്പം തന്നെ ഈ മോദി സർക്കാരിന്, പ്രത്യേകിച്ചും മോദിക്കും രാജ്യത്തിനകത്തും പുറത്തും അതൊരു പ്രതിച്ഛായ വർധനവിന് ഇടയാക്കിയില്ലേ? തീർച്ചയായിട്ടും, അതിലെന്താ സംശയം? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഭാഗത്തിനെ കൂടെ അതിൽ കൃത്യമായി പറയേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി RAW, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ, അവരുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിജിറ്റൽ അനാലിസിസ് കൊണ്ടും അതിൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസും അതൊക്കെ എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എവിടെയൊക്കെയാണ് ഈ ടെററിസ്റ്റുകളുടെ അല്ലെങ്കിൽ താവളങ്ങളുള്ളത്. അതിന് കറക്റ്റായിട്ടാണ് നമ്മുടെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ്റെ അകത്ത് പോയിട്ട് അടിച്ച് അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണ്ടത്തെ കാലത്തൊന്നും അതൊരിക്കലും നമുക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നമ്മളത്രയധികം ഒരു മിലിറ്ററി അല്ലെങ്കിൽ ആം ഫോഴ്സസിന് ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഇച്ഛാശക്തിയിൽ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഇച്ഛാശക്തി കൃത്യമായിട്ടുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ വരികയും നമ്മുടെ 26ഓളം സ്ത്രീകളോട് വെടിവെച്ച് കൊല്ലുകയും അല്ലെങ്കിൽ ആളുകളെ കൊല്ലുകയും അതേസമയത്ത് സ്ത്രീകളോട് അവരുടെ സിന്ദൂരം വയ്ക്കാൻ പറയുകയും ചെയ്യുമ്പം അതിന് കൃത്യമായ മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അതിന് നാമകരണം ചെയ്യുകയും ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ അത് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് 2 വനിതാ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ സാധനം പറയിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഗവൺമെൻറ്റിന് വേൾഡിനോട് അല്ലെങ്കിൽ ലോകത്തിനോട് എന്താണ് പറയാൻ പറ്റുന്നത്, എന്താണ് പറഞ്ഞത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ സിന്ദൂർ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിയും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എന്താണ് ചെയ്യാൻ അതിന് പറ്റുക എന്നുള്ളതും നമ്മുടെ ആം ഫോഴ്സസിൻ്റെ പവേഴ്സും അതുപോലെ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടായിരിക്കും എപ്പോഴും. ആ സാധനം കൃത്യമായിട്ടും വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണെങ്കിലും ശരി, നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത അയൽ രാജ്യം, നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ അവരുടെ എല്ലാ കാലത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ വാർ കൺട്രി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇതിലുള്ള കൺട്രിയാണ്, ഞങ്ങൾ പവറുള്ള കൺട്രിയാണ്. ആ ന്യൂക്ലിയർ വാർ ഹെഡ്സിൽ എങ്ങനെ നമുക്ക് ഒരിക്കലും അതിന് ഗ്ലോബലി അത് വലിയ പ്രശ്നമുണ്ടാവും. അപ്പം അതിനൊക്കെ മറികടന്നു കൊണ്ടിട്ടുള്ള ഒരു ഇച്ഛാശക്തിയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആം ഫോഴ്സസിൽ നിന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.